നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മോനുമായിട്ട് മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റ് വരെ വന്നതാണ്. നമ്മുടെ അടുക്കൊക്കെ രാവിലെ കൊണ്ടുവന്ന് 200-250 രൂപയ്ക്കൊക്കെ തരുന്ന സാധനം വൈകിട്ട് ഇവിടെ വരാമെങ്കിൽ എല്ലാം 1 കിലോ 100 രൂപ വെച്ച് വാങ്ങാം. തോട്ടത്തിൽ മുക്കിലാണ്, വള്ളിക്കാവിൽ പോകുന്ന വഴി തോട്ടത്തിൽ മുക്കിനാണ്. അപ്പം മോനുമായിട്ട് ഇറങ്ങിയതാണ് മീൻ വാങ്ങാമെന്നും പറഞ്ഞു. ഇന്ന് കൂടുതലും കോരയാണ്, ചുമന്ന കോര, ചെങ്കലവാണ് കൂടുതലും ഉള്ളത്. എല്ലാം വലിയ ഇതാണ്. അപ്പോൾ 1 കിലോ 100 രൂപ. 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച വന്നപ്പോൾ 1.25 കിലോ 100 രൂപ ആയിരുന്നു. ഇന്നിപ്പോൾ ഇച്ചിരി വലിപ്പമുണ്ട്, അതുകൊണ്ട് 1 കിലോ 100 രൂപ. അപ്പോൾ നമ്മൾ കോര വാങ്ങാമെന്ന് വിചാരിച്ച്. 1 കിലോ കോര നല്ല പച്ച കേട്ടോ, നല്ല മീനാണ്. നമ്മുടെ അടുക്ക ഈ സാധനം രാവിലെ കൊണ്ടുവന്നിട്ട് 250 രൂപ വെച്ചൊക്കെയാണ് രാവിലെ മേടിക്കുന്നത് 1 കിലോയ്ക്ക്. ഇപ്പോൾ അത് വൈകിട്ട് ഇവിടെ വരുമ്പോൾ 1 കിലോ 100 രൂപയേ ഉള്ളൂ. കോര വാങ്ങി. അപ്പോഴാണ് സിദ്ധാർത്ഥിന് ഞണ്ട് വേണമെന്ന് പറയുന്നത്. പൊടിഞ്ഞണ്ട. അപ്പം പിന്നെ അയാളെ നിർബന്ധമല്ലേ, അടുത്ത ഇനി ഞണ്ടും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. പറച്ചിൽ മാത്രമേ ഉള്ളൂ, കഴിപ്പൊന്നുമില്ല. ഓരോന്നും കാണുമ്പോൾ വേണമെന്ന് പറയും, അത് വാങ്ങിക്കൊടുക്കുമ്പോൾ വലിയ കഴിപ്പൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കാൽസ്യം കുറച്ച് കുറവുണ്ട്, പല്ല് ഇനിയും കിളിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞണ്ടും വാങ്ങിക്കൊടുത്തു. ഇന്ന് കുറവാണ് മീൻ, ആൾക്കാരും കുറവാണ്. മറ്റേ ഭയങ്കര തിരക്കാണ് ഈ സമയത്ത് ഇവിടെ വരുമ്പോഴേ. സന്ധ്യ സമയത്തെന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇന്ന് ആൾക്കാർ കുറവാണ്. മീനും ഇന്ന് കുറവാണ്. കൂടുതലും ഇന്നിപ്പം ചുവന്ന കോരയാണുള്ളത്. അടുത്ത ഇനി സിദ്ധാർത്ഥിന് കക്ക വേണമെന്ന്. അപ്പം അതും ആയിക്കോട്ടെ, കാൽസ്യം അല്ലയോ. കക്ക ഇറച്ചി സാധാരണ ഇവിടുന്ന് വാങ്ങുന്നത്. ഇന്ന് ഇറച്ചി നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് കക്ക മേടിച്ച് ഇനി കൊണ്ടുപോയി പുഴുങ്ങണ്ടല്ലേ. കക്കായും കിട്ടി, സിദ്ധാർത്ഥത്തിന് കക്കായുമായി. ഇതെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുമെന്നുള്ള കാര്യമേ ഉള്ളൂ, അല്ലാതെ കഴിക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള. ഇനി സിദ്ധാർത്ഥിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്നാണ്ട് ഇവിടെ ഉണ്ട്, കാടമുട്ട. അത് വേണമെങ്കിൽ 20-10 കഴിച്ചോളൂ. അപ്പോൾ ഇനി സിദ്ധാർത്ഥിന് കാടമുട്ട വാങ്ങാം. നാടനാ, കാടമുട്ടയും താറാവ് മുട്ടയും കോഴിമുട്ടയും എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഒന്നിച്ച് വാങ്ങിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. കാടമുട്ട 4 രൂപയാണ്. അങ്ങനെ കാടമുട്ടയും സിദ്ധാർത്ഥിന് വേണ്ടി. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇഷ്ടമുള്ള സാധനം അത് കഴിച്ചോളൂ. താറാമുട്ട ഉണ്ട്, അതിനോട് വലിയ പിടുത്തമില്ല. കാടമുട്ട ഇഷ്ടമാണ്. കാടമുട്ടയും വാങ്ങി, കുറച്ച് താറാമുട്ടയും പറഞ്ഞിട്ടുണ്ട്. നല്ല ലാഭമാണ് ഇവിടെ വന്ന് എല്ലാം മേടിക്കാമെങ്കിൽ. ഒരിടത്ത് തന്നെ വന്ന് നമുക്ക് എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് പോകാം വൈകിട്ട് വരാമെന്നുണ്ടെങ്കിൽ. ഇതിപ്പം തോട്ടത്തിൽ മുക്കിലാണ്, വള്ളിക്കാവ് മാതാമൃതാനന്ദമയ അടുക്കിലോട്ട് ഓച്ചിറയിൽ നിന്ന് വരുന്ന വഴിയാണ്. മീൻ മിക്കവാറും വന്ന് നമ്മൾ ലാഭത്തിന് മേടിച്ചുകൊണ്ട് പട്ടിയൊക്കെ കൊടുക്കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങാമെന്നുണ്ടെങ്കിൽ ലാഭത്തിന് കിട്ടും. താറാമുട്ട 12 രൂപ. നാടനാണ്, പുള്ളിക്കാരനെന്നും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് കാടമുട്ടയായി. താറാമുട്ട മേടിച്ചാണ്, കഴിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. മുട്ടയും മീനും കക്കായും ഞണ്ടും. കൊഞ്ച് ഇന്നലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വാങ്ങിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങാം. മീൻ ഐറ്റങ്ങളെല്ലാം രാവിലെ 250 രൂപ വെച്ച് നമ്മളടുക്ക് കൊണ്ടുവന്ന് പറ്റിച്ചിട്ട് പോകുന്നത്. അടുത്തായിട്ട് പച്ച ആപ്പിള് 1 കിലോ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ പച്ച ആപ്പിള് സിദ്ധാർത്ഥ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ പച്ച ആപ്പിളും 1 കിലോ മേടിച്ച്. അപ്പോൾ എല്ലാവർക്കും ബായ്.